ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമുക്ക് 2018 നടന്ന ട്രേഡ്സ്മാൻ്റെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യാം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 98/2018 എന്നാണ്. എക്സാം നടന്നത് 2018 സെപ്റ്റംബർ 18 18/9/2018 എക്സാം നടന്നത്. ട്രേഡ്സ്മാൻ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ഇലക്ട്രിക്കൽ ട്രേഡ്മാൻസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യനായിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആദ്യത്തെ 20 ക്വസ്റ്റ്യൻസ് ജനറൽ നോളജാണ്. അന്ന് ജനറൽ നോളജ് ഉണ്ടായിരുന്നു, പിന്നീട് പഴയ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണത്. ജനറൽ നോളജ് ഇപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് 21ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ട് ചെയ്യാം. യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി ഈസ് കിലോ വാട്ട് ഹവർ. കിലോ വാട്ട് ഹവർ ആണ് എനർജിയുടെ യൂണിറ്റ്. ആംബിയർ ഹവർ എന്ന് പറയുന്നത് ബാറ്ററിയുടെ കപ്പാസിറ്റി എക്സ്പ്രസ് ചെയ്യുന്ന യൂണിറ്റ് ആണ്. കിലോ വാട്ട് എന്ന് പറയുന്നത് പവറിൻ്റെ യൂണിറ്റ് ആണ്. കിലോ വോൾട്ട് ആംബിയർ എന്ന് പറയുന്നതും പവറിൻ്റെ യൂണിറ്റ് ആണ്. നെക്സ്റ്റ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക്കൽ ഷോക്ക് ഓൺ ഹ്യൂമൻ ബോഡി ഡിപ്പെൻഡ്സ് അപ്പോൺ. നമ്മുടെ ഹ്യൂമൻ ബോഡിയിലുള്ള മാഗ്നിറ്റ്യൂഡ് ഷോക്കിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് ഒന്ന് എത്ര കറണ്ട് ഫ്ലോ ചെയ്യുന്നു എന്നതിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തത് എത്ര ടൈം, വാല്യൂ ഓഫ് കറണ്ട് എത്ര ടൈം ഡിപ്പെൻഡ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന മൂന്നാമത്തെ ഒരു ഫാക്ടറാണ് ഏത് പാത്തിലൂടെയാണ് അത് ഫ്ലോ ചെയ്യുന്നത്. അതായത് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ ഫുട്ട് ടു ഹെഡ്, ഇയർ ടു ഇയർ, ഇങ്ങനെ ഓരോ ഏരിയയിൽ പല റെസിസ്റ്റൻസ് വാല്യൂസ് ആണ്. അപ്പോൾ ഏത് പാത്തിലൂടെയാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് എന്നുള്ളത് നമ്മുടെ ഇലക്ട്രിക്കൽ ഷോക്കിൻ്റെ ഒരു എഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അപ്പോൾ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ ബോഡി എഫക്റ്റ് ചെയ്യും, പാത്ത് ഓഫ് ഇലക്ട്രിക്കൽ കറണ്ട് ത്രൂ ദ ബോഡി എഫക്റ്റ് ചെയ്യും, ഡ്യൂറേഷൻ ഓഫ് ഇലക്ട്രിക് ഷോക്കും എഫക്റ്റ് ചെയ്യും. ഓൾ ഓഫ് ദി എബോവ് ആണ് ആൻസർ. വൺ ഓഫ് ദ ഫോളോയിങ് കമ്പോണൻറ്റ് ഈസ് പാസീവ് ഡിവൈസ്. പാസീവ് ഡിവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിവൈസിന് അത് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് എനർജിയും വർക്കും ആവശ്യമില്ല എങ്കിൽ അതിനെയാണ് നമ്മൾ പാസീവ് ഡിവൈസസ് എന്ന് പറയുന്നത്. പാസീവ് ഡിവൈസസിന് എക്സാമ്പിളാണ് ഒന്ന് റെസിസ്റ്റർ, രണ്ടാമത്തത് ഇൻഡക്ടർ, മൂന്നാമത്തത് കപ്പാസിറ്റർ. ഇത് മൂന്നും പാസീവ് ഡിവൈസസിന് എക്സാമ്പിൾസ് ആണ്. ഇനി ആക്റ്റീവ് ഡിവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഡീഷണൽ ആയിട്ടൊരു പവർ ആവശ്യമുണ്ട്. അതിനെയാണ് നമ്മൾ ആക്റ്റീവ് ഡിവൈസസ് എന്ന് പറയുക. ട്രാൻസിസ്റ്റർ, ഡയോഡ്, SCR, UJT ഇതൊക്കെ ആക്റ്റീവ് ഡിവൈസുകളാണ്. പാസീവ് ഡിവൈസുകൾ 3 എണ്ണമാണുള്ളത്. ഒന്ന് റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ. അപ്പോൾ ഇതിനകത്ത് വൺ ഓഫ് ദ ഫോളോയിങ് കമ്പോണൻറ്റ് ഈസ് എ പാസീവ് ഡിവൈസ് എന്നാണ് ചോദിച്ചത്. ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ ഒരു ആക്റ്റീവ് ഡിവൈസ് ആണ്. സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയർ ഒരു ആക്റ്റീവ് ഡിവൈസ് ആണ്. സെനർ ഡയോഡ് ഒരു ആക്റ്റീവ് ഡിവൈസ് ആണ്. എയർ കോർ ഇൻഡക്ടർ ആണ് ഇതിനകത്ത് തന്നിരിക്കുന്നതിൽ പാസീവ് ഡിവൈസ്. ആർമറിംഗ് ഈസ് പ്രൊവൈഡഡ് ഇൻ ദ അണ്ടർഗ്രൗണ്ട് കേബിൾ ടു സേഫ് ഗാർഡ് എഗെയിൻസ്റ്റ്. ആർമറിംഗ് എന്ന് പറയുന്നത് നമ്മളൊരു UG കേബിളിൻ്റെ കൺസ്ട്രക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്നത് കോറാണ്. കോറ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻസുലേഷൻ കഴിഞ്ഞാൽ മെറ്റാലിക് ഷീത്തിങ്ങിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ബെഡിങ്, അതിൽ നിന്നും അടുത്ത ലെയർ എന്ന് പറയുന്നത് ആർമറിംഗ് കഴിഞ്ഞാൽ സെർവിങ്. ഇത്രയാണ് UG കേബിളിൻ്റെ ലെയറുകൾ. ഇതിൽ കോറിനെ ഇൻസുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻസുലേറ്റർ യൂസ് ചെയ്യുന്നത്. ഈ UG കേബിളിനെ കെമിക്കൽ ആക്ടിവിറ്റി, ആൽക്കലി, ആസിഡ്, മോയ്സ്ചർ എന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെറ്റാലിക് ഷീത്ത് യൂസ് ചെയ്യുന്നത്. മെറ്റാലിക് ഷീത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബെഡിങ് യൂസ് ചെയ്യുന്നത്. കേബിളിനെ മെക്കാനിക്കൽ ഇഞ്ചുറിയിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആർമറിംഗ് യൂസ് ചെയ്യുന്നത്. ആർമറിങ്ങിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെർവിങ് യൂസ് ചെയ്യുന്നത് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷനിൽ നിന്ന്. അപ്പോൾ ആർമറിംഗ് ഈസ് പ്രൊവൈഡഡ് ഇൻ ദ അണ്ടർഗ്രൗണ്ട് കേബിൾ ടു സേഫ് ഗാർഡ് എഗെയിൻസ്റ്റ് മെക്കാനിക്കൽ ഇഞ്ചുറി. മോയ്സ്ചർ ഇഞ്ചുറിക്ക് ചെയ്യുന്നത് നമ്മൾ മെറ്റാലിക് ഷീത്താണ്. The main switch is used in single phase supply is provided to be provided with single phase main switch used in single phase supply provided with fuse in both line and neutral. ലൈനിലും ന്യൂട്രലിലും നമ്മൾ ഫ്യൂസിൻ്റെ ആവശ്യമില്ല. ലൈനിൽ ഫ്യൂസും അതേപോലെ തന്നെ ന്യൂട്രലിനകത്ത് ന്യൂട്രൽ ലിങ്കും ആണ് നോർമലി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എ ലിങ്ക് ഇൻ ദ ലൈൻ ആൻഡ് ഫ്യൂസ് ഇൻ ദ ന്യൂട്രൽ. ഫ്യൂസ് കൊടുക്കുന്നത് ന്യൂട്രലല്ല, ഫ്യൂസ് കൊടുക്കുന്നത് ലൈനിലാണ്. ഫ്യൂസ് ഇൻ ദ ലൈൻ ആൻഡ് ദ ലിങ്ക് ഇൻ ദ ന്യൂട്രൽ. ഓപ്ഷൻ C ആണ് കറക്റ്റ് ആൻസർ. ഫ്യൂസ് കൊടുക്കുന്നത് ലൈനിലും ന്യൂട്രൽ കൊടുക്കുന്നത് ന്യൂട്രൽ ലിങ്കുമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് യൂണിറ്റ് ഈസ് കറക്റ്റ് വൺ ഫോർ റിയാക്റ്റീവ് പവർ. റിയാക്റ്റീവ് പവർ എക്സ്പ്രസ് ചെയ്യുന്ന യൂണിറ്റ് ഏതാണെന്നുള്ളതാണ്.
കിലോ വോൾട്ട് ആംബിയർ എന്ന് പറയുന്നത് അപ്പാരൻറ്റ് പവർ എക്സ്പ്രസ് ചെയ്യാനുള്ള യൂണിറ്റ് ആണ്. കിലോ വാട്ട് എന്ന് പറയുന്നത് ആക്റ്റീവ് പവർ എക്സ്പ്രസ് ചെയ്യുന്ന യൂണിറ്റ് ആണ്. മെഗാവാട്ട് എന്ന് പറയുന്നതും ആക്റ്റീവ് പവർ എക്സ്പ്രസ് ചെയ്യാനുള്ള യൂണിറ്റ് ആണ്. കിലോ വോൾട്ട് ആംബിയർ റിയാക്റ്റീവ് KVAR എന്ന് പറയും. ഇത് എക്സ്പ്രസ് ചെയ്യുന്നത് റിയാക്റ്റീവ് പവറിനെയാണ്. അപ്പോൾ റിയാക്റ്റീവ് പവറിനെ എക്സ്പ്രസ് ചെയ്യുന്ന യൂണിറ്റ് KVAR അല്ലെങ്കിൽ കിലോ വോൾട്ട് ആംബിയർ റിയാക്റ്റീവ്. The type of insulator used for holding high transmission overhead conductor on straight running of poles. സ്ട്രേറ്റ് HT ലൈനിൽ നമ്മൾ കണ്ടക്ടേഴ്സിനെ കണ്ടക്ടേഴ്സിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസുലേറ്ററാണ് പിൻ ഇൻസുലേറ്റർ എന്ന് പറയുന്നത്. പോസ്റ്റ് ഇൻസുലേറ്റർ എന്ന് പറയുന്നത് DOFuse, GOAB, അതായത് ഗ്യാങ് ഓപ്പറേറ്റഡ് എയർ ബ്രേക്ക് എന്നുള്ളതാണ് GOAB. ഇതിനൊക്കെയാണ് നമ്മൾ പോസ്റ്റ് ഇൻസുലേറ്റർ യൂസ് ചെയ്യുക. സ്റ്റേ വെയറിനാണ് നമ്മൾ സ്റ്റേ ഇൻസുലേറ്റർ യൂസ് ചെയ്യുന്നത്. ഒരു ടെർമിനേറ്റിംഗ് പോയിന്റിൽ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ കോർണറിലൊക്കെ ടെർമിനേഷൻ 90 ഡിഗ്രി ആംഗിൾ കിട്ടാനും ടെർമിനേഷനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസുലേറ്ററാണ് ഷാക്കിൾ ഇൻസുലേറ്റർ. എ വാട്ടർ പമ്പ് ലിഫ്റ്റ്സ് ലെസ് വാട്ടർ ദാൻ ഏർലിയർ. വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ദിസ് ഫാൾട്ട്? അതായത് വാട്ടർ പമ്പ് നേരത്തെ ഉള്ളതിനേക്കാളും കുറച്ച് വാല്യൂവിലാണ് വെള്ളം പമ്പ് ചെയ്യുന്നത്. അതിനുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്പല്ലർ ഡാമേജ് ആയതുകൊണ്ടാണ് അതിന് വെള്ളം പമ്പ് ചെയ്യുന്ന ലിഫ്റ്റ് ചെയ്യുന്ന കപ്പാസിറ്റി കുറയുന്നത്. ഇൻ ആൻ എനർജി മീറ്റർ ദ ഹോൾസ് ഓഫ് അലൂമിനിയം ഡിസ്ക് ഹെൽപ്സ് ടു. നമ്മൾ എനർജി മീറ്ററിനകത്ത് ഒരു അലൂമിനിയം ഡിസ്ക് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ആ റൊട്ടേറ്റ് ചെയ്യുന്ന അലൂമിനിയം ഡിസ്കിനകത്ത് ഹോൾസ് വെക്കുന്നത് ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ക്രീമ്പിംഗ് എറർ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ടു പ്രിവെൻറ്റ് ക്രീപ്പിംഗ് എറർ. ക്രീപ്പിംഗ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലൂമിനിയം ഡിസ്ക് കണ്ടിന്യൂസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുക, അതായത് വോൾട്ടേജ് മാത്രം അപ്ലൈ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വോൾട്ടേജ് കോയിൽ മാത്രം എനർജൈസ് ചെയ്യുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നതിനെയാണ് ക്രീപ്പിംഗ് എറർ എന്ന് പറയുന്നത്. അതായത് കറണ്ട് കോയിൽ ആക്ടിവേറ്റഡ് അല്ല, കറണ്ട് ആക്ച്വലി സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്നില്ല, പക്ഷേ വോൾട്ടേജ് കോയിൽ എനർജൈസ്ഡ് ആണ്, ആക്റ്റീവ് ആണ്. പ്രഷർ കോയിൽ മാത്രം എനർജൈസ്ഡ് ആണ്, പക്ഷേ കറണ്ട് കോയിൽ എനർജൈസ്ഡ് അല്ല. അത്തരം സിറ്റുവേഷൻ അല്ലെങ്കിൽ വോൾട്ടേജ് ഉണ്ട് കറണ്ട് ഇല്ലാത്ത സിറ്റുവേഷനിൽ ഡിസ്ക് ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്രീപ്പിംഗ് എറർ എന്ന് പറയുന്നത്. അപ്പോൾ ക്രീപ്പിംഗ് എറർ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിനകത്ത് അലൂമിനിയം ഡിസ്കിനകത്ത് ഹോൾസ് സെറ്റ് ചെയ്യുന്നത്. എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ ഈസ് യൂസ്ഡ് ടു ഡിസ്കണക്ട് ദ സപ്ലൈ ഫ്രം. ELCB നമ്മൾ സപ്ലൈ എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ഫാൾട്ടിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ELCB യൂസ് ചെയ്യുന്നത്. ഷോർട്ട് സർക്യൂട്ടിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ MCB യൂസ് ചെയ്യുന്നത്. ഓവർലോഡിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്യൂസ് യൂസ് ചെയ്യുന്നത്. ദെൻ ഇൻ എ ട്രാൻസ്ഫോമർ ദ കെമിക്കൽ കണ്ടെയ്ൻ ഇൻസൈഡ് ദ ബ്രീത്തർ ഈസ്. ബ്രീത്തറിൻ്റെ ഉള്ളിലുള്ള കെമിക്കൽ എന്ന് പറയുന്നത് സിലിക്ക ജെല്ലാണ്. മോയ്സ്ചറിനെ അബ്സോർബ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്തുള്ള സിലിക്ക ജെല്ലിൻ്റെ പർപ്പസ്. അപ്പോൾ ട്രാൻസ്ഫോമറിനകത്തുള്ള കെമിക്കൽ എന്ന് പറയുന്നത് സിലിക്ക ജെല്ല് മോയ്സ്ചറിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ദ ഡിവൈസ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ആസ് എ സ്വിച്ച് ആസ് വെൽ ആസ് പ്രൊട്ടക്റ്റീവ് ഡിവൈസസ്. സ്വിച്ച് ആയിട്ടും പ്രൊട്ടക്റ്റീവ് ആയിട്ടും ഡിവൈസ് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ആളേതാണെന്ന്. ഡബിൾ പോൾ അയൺ ക്ലാഡ് സ്വിച്ച്. ഇതൊരു സ്വിച്ച് മാത്രമാണ്, ഇതിന് പ്രൊട്ടക്ഷൻ പർപ്പസ് ചെയ്യാൻ പറ്റില്ല. ഇൻ്റർമീഡിയറ്റ് സ്വിച്ച്, അതും ഒരു സ്വിച്ച് മാത്രമാണ്, പ്രൊട്ടക്ഷൻ ഡിവൈസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ, അത് പ്രൊട്ടക്ഷൻ മാത്രമേ തരുള്ളൂ, അത് നമുക്ക് സ്വിച്ചായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. നേരെ തിരിച്ചാണ്. മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ MCB നമുക്കൊരു സ്വിച്ചായിട്ടും അതേപോലെ തന്നെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. സൈസ് ഓഫ് ഹാമർ ഈസ് സ്പെസിഫൈഡ് ബൈ. ഒരു ഹാമറിൻ്റെ സൈസ് സ്പെസിഫൈ ചെയ്യുന്നത് അതിൻ്റെ വെയിറ്റ് അനുസരിച്ചാണ്. 1 kg, 1.5 kg, 2 kg, ഇങ്ങനെ എത്രയാണോ ആ ഹാമറിൻ്റെ വെയിറ്റ് അതനുസരിച്ചാണ് ഹാമറിൻ്റെ സൈസ് സ്പെസിഫൈ ചെയ്യുന്നത്. ഗ്രാവിറ്റി കൺട്രോൾഡ് ഇൻസ്ട്രുമെൻറ്റ് ഹാസ് ടു കെപ്റ്റ് ഇൻ. ഗ്രാവിറ്റി കൺട്രോൾഡ് ഇൻസ്ട്രുമെൻറ്റ് എപ്പോഴും വെർട്ടിക്കൽ പൊസിഷനിൽ തന്നെ വെക്കണം. കാരണം അത് വർക്ക് ചെയ്യുന്നത് ഗ്രാവിറ്റി ബേസ് ചെയ്തിട്ടാണ്. ഇങ്ങനെ 90 ഡിഗ്രി ആംഗിളിലുള്ള രണ്ട് ബാർ, ഇങ്ങനെ രണ്ട് വെയിറ്റ് വെച്ചിട്ടാണ് ഗ്രാവിറ്റി കൺട്രോൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് കൗണ്ടർ വെയിറ്റ് ആണ്, ഒന്ന് കൺട്രോളിങ് വെയിറ്റ് ആണ്. അപ്പോൾ ഈ കൺട്രോളിങ് വെയിറ്റും കൗണ്ടർ വെയിറ്റും 90 ഡിഗ്രി ആംഗിളിലാണുള്ളത്. അപ്പോൾ ഇത് ഒറിസോണ്ടൽ ഡയറക്ഷനിൽ വെച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും എന്ത് ചെയ്യില്ല, എർത്തിൻ്റെ ഗ്രാവിറ്റി അതിനകത്ത് ആക്ടിവേറ്റ് ചെയ്യില്ല. അപ്പോൾ എർത്തിൻ്റെ ഗ്രാവിറ്റി ആക്ടിവേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ എർത്തിൻ്റെ ഗ്രാവിറ്റി യൂസ് ചെയ്തിട്ടാണ് ഗ്രാവിറ്റി കൺട്രോളിനകത്ത് കൺട്രോൾ മെക്കാനിസം അല്ലെങ്കിൽ കൺട്രോൾ ടോർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഗ്രാവിറ്റി കൺട്രോളുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് എപ്പോഴും വെർട്ടിക്കൽ പൊസിഷനിൽ തന്നെ വെച്ചാലേ റീഡിങ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. എ സോഡിയം വേപ്പർ ലാമ്പ് ഗീവ്സ് വിച്ച് കളർ ഓഫ് ലൈറ്റ്. സോഡിയം വേപ്പർ ലാമ്പ് നോർമലി തരുന്നത് യെല്ലോ കളറിലാണ്. ഇനി നമുക്ക് നിയോൺ ലാമ്പാണ് ചെയ്യുന്നതെങ്കിൽ ഏതാണ് അതിനകത്ത് ഫില്ല് ചെയ്തിരിക്കുന്ന ഗ്യാസ് അതിനനുസരിച്ചായിരിക്കും കളർ വരുന്നത്.
ഹൈ പ്രഷർ മെർക്കുറി വേപ്പർ ലാമ്പ് എന്ന് പറയുന്നത് ഗ്രീനിഷ് കളർ അല്ലെങ്കിൽ ഗ്രീനിഷ് ബ്ലൂ കളർ തരുന്ന ആളാണ് ഹൈ പ്രഷർ മെർക്കുറി വേപ്പർ ലാമ്പ്. High pressure mercury vapor lamp has 3-pin bayonet cap lamp holder. This is done for ഒരു HPME വേപ്പർ ലാമ്പിനകത്ത് ബയോനെറ്റ് ക്യാമ്പ് 3-pin ബയോനെറ്റ് ക്യാപ്പാണ്. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ 3-pin ബയോനെറ്റ് ക്യാപ്പ് കൊടുത്തത് അതിൻ്റെ കണക്ഷൻ മിസ്റ്റേക്കായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പെർഫെക്റ്റ് കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു 3-pin ബയോനെറ്റ് ക്യാപ്പ് കൊടുക്കുന്നത്. അതായത് പ്രിവെൻറ്റ് റോങ് കണക്ഷനിൽ നിന്ന് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ പിന്നിന് 3-pin ബയോനെറ്റ് ക്യാപ്പ് കൊടുക്കുന്നത്. A choke is generally used in series with fluorescent tube circuit too. ഒരു ചോക്കിന്, ഒരു ഫ്ലൂറസെന്റ് ലാമ്പിലെ ചോക്കിന് 2 പർപ്പസ് ആണുള്ളത്. ഒന്ന് സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള വോൾട്ടേജ് സ്റ്റെപ്പ് അപ്പ് ചെയ്യുക എന്നുള്ളതാണ്. സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള വോൾട്ടേജ്, ഈ ഒരു ഫ്ലൂറസെന്റ് ലാമ്പ് സ്റ്റാർട്ട് ചെയ്യാനുള്ള വോൾട്ടേജ് കൊടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ പർപ്പസ്. രണ്ടാമത്തത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹെവി കറണ്ടിൻ്റെ ഫ്ലോയെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ പർപ്പസ്. ഹെവി കറണ്ടിനെ ട്യൂബിൻ്റെ കാഥോഡിന്ന് അത് ഹെവി കറണ്ട് ഫ്ലോ ചെയ്തിട്ട് ട്യൂബിൻ്റെ കാഥോഡ് കത്തിപ്പോവാതിരിക്കാൻ വേണ്ടി ആ ഹെവി കറണ്ടിൻ്റെ ഫ്ലോയെ റെഗുലേറ്റ് ചെയ്യുക എന്ന പർപ്പസും ആര് ചെയ്യുന്നുണ്ട്? ഈ ഒരു ചോക്ക് ചെയ്യുന്നുണ്ട്. ഈ 2 പർപ്പസാണ് നമുക്ക് ഒരു ചോക്കിനകത്ത് ഉള്ളത്. ഹെവി കറണ്ടിനെ റെഗുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇംപ്രൂവ് ദ പവർ ഫാക്ടർ അല്ല, പ്രിവെൻറ്റിംഗ് ഫ്ലിക്കറിംഗ് അല്ല, ടു മേക്ക് ഹൈ വോൾട്ടേജ് ഫോർ കണ്ടക്ഷൻ. ഇതാണ് ഫസ്റ്റ് പർപ്പസ്. അതായത് വോൾട്ടേജ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഹൈ വോൾട്ടേജ് കൊടുക്കുക. രണ്ടാമത്തത് ഹെവി കറണ്ടിനെ പ്രൊട്ടക്ട് ചെയ്യുക. ഹെവി കറണ്ടിൻ്റെ ഫ്ലോയെ റെഗുലേറ്റ് ചെയ്യുക, പ്രൊട്ടക്ട് ചെയ്യുക അല്ല, റെഗുലേറ്റ് ചെയ്യുക. 3-phase ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സ് ആർ യൂഷ്വലി കണക്റ്റഡ് ഇൻ. ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ എപ്പോഴും കണക്ട് ചെയ്യുക ഡെൽറ്റ സ്റ്റാർ എന്ന് പറഞ്ഞ കോമ്പിനേഷനിലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ടറിൻ്റെ സെക്കൻഡറിയിൽ നിന്നാണ് നമ്മൾ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്. ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന സമയത്ത് എപ്പോഴും അതിനകത്ത് ഫേസും വേണം, ന്യൂട്രലും വേണം. ഡെൽറ്റ കണക്ഷൻ ആണെങ്കിൽ നമുക്ക് ഫേസ് മാത്രമേ കിട്ടുള്ളൂ, ന്യൂട്രൽ ഉണ്ടാവില്ല. അപ്പോൾ ന്യൂട്രൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി സ്റ്റാർ കണക്റ്റഡും അതിൻ്റെ പ്രൈമറി ഡെൽറ്റ കണക്റ്റഡും ആണ് ചെയ്യാം. കണ്ടക്ടിവിറ്റി ഓഫ് അലൂമിനിയം ഈസ്, കണ്ടക്ടിവിറ്റി ഓഫ് അലൂമിനിയം എന്ന് പറയുന്നത് കോപ്പറിൻ്റെ 60% കണ്ടക്ടിവിറ്റിയാണ് കോപ്പറായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്തുള്ളത്. കോപ്പറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അലൂമിനിയത്തിൻ്റെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് 60% ആണ്. The flux per unit area of a material is known as flux per unit area. Flux per unit area is called flux density. Current per unit area is called current density. Imaginary lines which represents magnetic field is called magnetic lines of force. Force tend to move the electrons through a conductor is called electromotive force. Ready? അതാണ് ഈ 4 എണ്ണത്തിൻ്റെ ഡെഫിനിഷൻ. കറണ്ട് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ കറണ്ട് പെർ ഏരിയ, ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലക്സ് പെർ ഏരിയ, മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ് റെപ്രസെൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇമാജിനറി ലൈൻസ് ആണ്. ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഒരു കണ്ടക്ടറിൽ കൂടെ ഇലക്ട്രോൺസ് ഫോഴ്സ് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫോഴ്സിനെ പറയുന്ന പേരാണ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. വിച്ച് ലാമ്പ് ഹാസ് മോർ റെസിസ്റ്റൻസ് വിത്ത് സെയിം അപ്ലൈഡ് വോൾട്ടേജ്? സെയിം അപ്ലൈഡ് വോൾട്ടേജിന് ഏത് ലാമ്പിനാണ് റെസിസ്റ്റൻസ് കൂടുതലുള്ളതെന്നാണ്. റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു V²/P ആണ്. അപ്പോൾ പവറിൻ്റെ വാല്യൂ കുറയുന്ന സമയത്ത് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കൂടും. റെസിസ്റ്റൻസും പവറും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലാണ്. അപ്പോൾ ഒരു ലാമ്പിൻ്റെ പവറിൻ്റെ വാല്യൂ കുറയുമ്പോഴാണ് റെസിസ്റ്റൻസ് കൂടുന്നത്. ഇപ്പോൾ തന്നിരിക്കുന്നതിൽ ഇത് 40 വാട്ട്സ് ആണ്, ഇത് 60 വാട്ട്സ് ആണ്, ഇത് 100 വാട്ട്സ് ആണ്, ഇത് 15 വാട്ട്സ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും പവർ കുറവുള്ളത് 15 വാട്ട്സ് ആണ്. അപ്പോൾ അതിനായിരിക്കും ഏറ്റവും കൂടുതൽ റെസിസ്റ്റൻസ് ഉണ്ടാവുക. ടൂൾ യൂസ്ഡ് ഫോർ കട്ടിംഗ്, ട്വിസ്റ്റിംഗ് ഓർ ഹോൾഡിംഗ് ഓഫ് വയേഴ്സ് ഓഫ് കേബിൾ ഫോർ ടെർമിനേഷൻസ്. കട്ട് ചെയ്യണം, ട്വിസ്റ്റ് ചെയ്യണം, ഹോൾഡ് ചെയ്യണം. ഈ 3 പർപ്പസും ചെയ്യുന്ന ആളാണ് കോമ്പിനേഷൻ പ്ലെയർ. ഇൻസുലേറ്റഡ് കോമ്പിനേഷൻ പ്ലെയർ. കോമ്പിനേഷൻ പ്ലെയർ 3 പർപ്പസും ചെയ്യാൻ പറ്റും. കട്ട് ചെയ്യാൻ പറ്റും, ട്വിസ്റ്റ് ചെയ്യാൻ പറ്റും, ഹോൾഡ് ചെയ്യാനും പറ്റും ഒരു കോമ്പിനേഷൻ പ്ലെയർ യൂസ് ചെയ്തിട്ട്. സൈഡ് കട്ടിംഗ് പ്ലെയർ എന്ന് പറയുന്നത് ചെറിയ സൈസുള്ള വയറുകളെ, സ്മോളർ സൈസുള്ള വയറുകളെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻസുലേറ്റഡ് സൈഡ് കട്ടിംഗ് പ്ലെയർ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് കണക്ഷൻസ് കൊടുക്കുന്ന സമയത്ത് ഹുക്ക് അല്ലെങ്കിൽ ലൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് റൗണ്ട് നോസ് പ്ലെയറുകൾ യൂസ് ചെയ്യുന്നത്. ഫ്ലാറ്റ് നോസ് പ്ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകളെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പർപ്പസിനാണ് നമ്മൾ ഇൻസുലേറ്റഡ് ഫ്ലാറ്റ് നോസ് പ്ലെയർ യൂസ് ചെയ്യുന്നത്. ഇൻസുലേറ്റഡ് എന്ന് പറയാൻ കാരണം അതിൻ്റെ ഹാൻഡിൽ നമ്മൾ ഇൻസുലേറ്റഡ് ആയിരിക്കും. അപ്പോൾ കോമ്പിനേഷൻ പ്ലെയർ ആണ് കട്ടിങ്, ട്വിസ്റ്റിങ്, ഹോൾഡിങ്. സൈഡ് കട്ടിംഗ് പ്ലെയർ ചെറിയ സൈസുള്ള വയറുകളെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഹുക്ക് അല്ലെങ്കിൽ ലൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് റൗണ്ട് നോസ് പ്ലെയർ യൂസ് ചെയ്യുന്നത്. ഫ്ലാറ്റ് ഒബ്ജക്റ്റുകളെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്ലാറ്റ് നോസ് പ്ലെയർ യൂസ് ചെയ്യുന്നത്. Alternating current is converted into direct current by
ആൾട്ടർനേറ്റിംഗ് കറണ്ടിനെ ഡയറക്റ്റ് കറണ്ട് ആക്കുന്ന ആളാണ് റെക്ടിഫയർ. ആൾട്ടർനേറ്റർ എന്ന് പറയുന്നത് മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്ന ആളാണ് ആൾട്ടർനേറ്റർ. ഇലക്ട്രിക്കൽ എനർജിയെ മെക്കാനിക്കൽ എനർജിയാക്കി മാറ്റുന്ന ആളാണ് മോട്ടർ. ഈ പവറിനെ ട്രാൻസ്ഫോം ചെയ്യുന്ന ആളാണ് ട്രാൻസ്ഫോമർ. പവറിനെ ട്രാൻസ്ഫോം ചെയ്യുന്ന ആളാണ് ട്രാൻസ്ഫോമർ. ബുക്കോൾസ് റിലേ ഈസ് ജനറലി യൂസ്ഡ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ്. ബുക്കോൾസ് റിലേ എന്ന് പറയുന്നത് നോർമലി ട്രാൻസ്ഫോമറിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന റിലേ ആണ് ബുക്കോൾസ് റിലേ. അതിൻ്റെ ട്രാൻസ്ഫോമർ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രഷർ വെച്ച് ആക്ടിവേറ്റ് ചെയ്തിട്ടാണ് ബുക്കോൾസ് റിലേ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ട്രാൻസ്മിഷൻ ലൈനിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന റിലേ ആണ് ഡിസ്റ്റന്റ് റിലേ. ഇനി ആൾട്ടർനേറ്റർ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് അണ്ടർ ഫ്രീക്വൻസി റിലേ ആണ്. അണ്ടർ ഫ്രീക്വൻസി റിലേ, ആൾട്ടർനേറ്ററിനും ജനറേറ്റർ പ്രൊട്ടക്ഷനൊക്കെ അണ്ടർ ഫ്രീക്വൻസി റിലേ. Which of the following is conventional source of energy? Conventional source of energy. Coal ഒരു conventional source of energy ആണ്. Solar ഒരു നോൺ കൺവെൻഷണൽ ആണ്, അല്ലെങ്കിൽ റിന്യൂവബിൾ ആണ്. സ്മോൾ ഹൈഡ്രോ എന്ന് പറയുന്നത് റിന്യൂവബിൾ ആണ്. വിൻഡ് എന്ന് പറയുന്നതും റിന്യൂവബിൾ ആണ്, അല്ലെങ്കിൽ നോൺ കൺവെൻഷണൽ ആണ്. തീർന്നു പോകുന്ന എനർജി സോഴ്സിനെയാണ് നമ്മൾ കൺവെൻഷണൽ എന്ന് പറയുന്നത്. അഡ്വാൻറ്റേജ് ഓഫ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ഈസ്. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, അതിന് കോസ്റ്റ് വളരെ കുറവാണ്. രണ്ടാമത്തത്, അത് പൊല്യൂഷൻ ഇല്ല. മൂന്നാമത്തത്, ഫ്യൂവൽ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലംസ് ഇല്ല. പക്ഷേ ഒരു ലിമിറ്റേഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ കോസ്റ്റ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഓൾ ഓഫ് ദി എബോവ്, ലോ കോസ്റ്റ് ആണ്, ഫ്രീ ഫ്രം പൊല്യൂഷൻ ആണ്, നോ ഫ്യൂവൽ ട്രാൻസ്പോർട്ടേഷൻ. ഫ്യൂവൽ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ട ഒരു പ്രോബ്ലം നമുക്ക് അവിടെ വരുന്നില്ല. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് സിസ്റ്റം ഇലക്ട്രിക് പവർ മേ ബി ട്രാൻസ്മിറ്റഡ്. ഇലക്ട്രിക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഓവർഹെഡ് സിസ്റ്റം നമുക്ക് യൂസ് ചെയ്യാം, അണ്ടർഗ്രൗണ്ട് സിസ്റ്റവും യൂസ് ചെയ്യാം. ഓവർഹെഡ് ആൻഡ് അണ്ടർഗ്രൗണ്ട് സിസ്റ്റം, രണ്ട് സിസ്റ്റത്തിലും നമുക്ക് ഇലക്ട്രിക്കൽ പവറിനെ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് അണ്ടർഗ്രൗണ്ട് സിസ്റ്റമാണ് കുറച്ചും കൂടെ കോസ്റ്റ്ലി ആയിട്ടുള്ള ട്രാൻസ്മിഷൻ സിസ്റ്റം. ഓവർഹെഡ് എന്ന് പറയുന്നത് കോസ്റ്റ് കുറവാണ്, പക്ഷേ അതിന് ഫാൾട്ട് വളരെ കൂടുതലായിരിക്കും. ദ ഫ്യൂൽ യൂസ്ഡ് ഇൻ ന്യൂക്ലിയർ ജനറേറ്റിംഗ് പവർ പ്ലാന്റ് ഈസ്. ന്യൂക്ലിയർ ജനറേറ്റിംഗ് പവർ പ്ലാന്റിൽ യൂസ് ചെയ്യുന്ന ഫ്യൂൽ ഏതാണെന്നാണ് ചോദിച്ചത്. അത് ഐസോടോപ്പ് ഓഫ് യുറേനിയം അല്ലെങ്കിൽ തോറിയം ആണ് ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ യൂസ് ചെയ്യുന്ന ഫ്യൂൽ. ക്രൂഡ് ഓയിൽ എന്ന് പറയുന്നത് നമ്മൾ ഡീസൽ പവർ പ്ലാന്റിൽ യൂസ് ചെയ്യുന്നതാണ് ക്രൂഡ് ഓയിൽ. ഫ്യൂൽ സെല്ലിൽ യൂസ് ചെയ്യുന്നതാണ് ലിക്വിഫൈഡ് ഹൈഡ്രജന്. ബയോഗ്യാസിൽ യൂസ് ചെയ്യുന്നതാണ് മീഥെയിൻ. ക്ലിയർ? വാട്ട് ഈസ് ദ ബേസിക് 3 ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീസ്? ഇലക്ട്രിസിറ്റിയിലെ 3 ബേസിക് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്, ഒന്ന് കറണ്ട്, രണ്ടാമത്തത് വോൾട്ടേജ്, മൂന്നാമത്തത് റെസിസ്റ്റൻസ്. ഇത് 3 ബേസിക് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ബാക്കിയുള്ളതെല്ലാം ഇതിനകത്ത് വരുന്നതാണ്. അപ്പോൾ കറണ്ടും വോൾട്ടേജും റെസിസ്റ്റൻസും ആണ് ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കലുമായി ബന്ധപ്പെട്ടുള്ള ബേസിക് ക്വാണ്ടിറ്റീസ്. ഓപ്ഷൻ സി. വാല്യൂ ഓഫ് ഷോർട്ട് സർക്യൂട്ട് കറണ്ട് വിൽ ഫ്ലോ ഇൻ ദ സർക്യൂട്ട് ഈസ്. ഷോർട്ട് സർക്യൂട്ട് കേസുകളിൽ വാല്യൂ ഓഫ് കറണ്ട് ഫ്ലോയിങ് ഈസ് ഇൻഫിനിറ്റ് കറണ്ട്. ഓപ്പൺ സർക്യൂട്ട് ആവുന്ന സമയത്ത് വാല്യൂ ഓഫ് കറണ്ട് ഫ്ലോയിങ് ഈസ് 0. സോ വെൻ കറണ്ട് ഷോർട്ട് സർക്യൂട്ട് കറണ്ട് വിൽ ഫ്ലോ ഇൻ ദ സർക്യൂട്ട് ഈസ് ഇൻഫൈനൈറ്റ്. മോട്ടോർ യൂസ്ഡ് ഇൻ ഹൗസ് ഹോൾഡ് റെഫ്രിജറേറ്റർ. ഹൗസ് ഹോൾഡ് റെഫ്രിജറേറ്ററിൽ യൂസ് ചെയ്യുന്ന മോട്ടോർ ഏതാണെന്നുള്ളത്, സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറാണ് നോർമലി ഹൗസ് ഹോൾഡ് റെഫ്രിജറേറ്ററിൽ യൂസ് ചെയ്യുക. പക്ഷേ ചില സ്ഥലങ്ങളിൽ അത് നമ്മളുടെ റിലക്റ്റൻസ് മോട്ടർ കാണാറുണ്ട്, അതേപോലെ യൂണിവേഴ്സൽ മോട്ടറും കാണാറുണ്ട്. ബട്ട് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറാണ് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. വിച്ച് മോട്ടോർ വുഡ് യു സെലക്ട് ഫോർ വാക്വം ക്ലീനർ? വാക്വം ക്ലീനറിൽ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന മോട്ടോർ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ മോട്ടറാണ്. യൂണിവേഴ്സൽ മോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തൊട്ട് മുമ്പത്തെ മറ്റു മോട്ടറുകളുടെ അപ്ലിക്കേഷൻ പറഞ്ഞില്ല അല്ലേ. DC സീരീസ് മോട്ടർ എന്ന് പറയുന്ന ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്കുള്ള മോട്ടറാണ്, അതുകൊണ്ട് തന്നെ ഹെവി ലോഡഡ് പർപ്പസുകൾക്കാണ് നമ്മൾ യൂസ് ചെയ്യുക. DC ഷണ്ട് മോട്ടർ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് സ്പീഡ് മോട്ടറാണ്, അതുകൊണ്ട് തന്നെ കോൺസ്റ്റന്റ് സ്പീഡ് ആവശ്യമുള്ള സ്ഥലങ്ങളിലാണ് ഷണ്ട് മോട്ടർ യൂസ് ചെയ്യുന്നത്. യൂണിവേഴ്സൽ മോട്ടർ എന്ന് പറയുന്നത് ഹോം അപ്ലയൻസസിൽ, അത് AC-യിലും DC-യിലും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന മോട്ടറാണ് യൂണിവേഴ്സൽ മോട്ടർ. ആ മോട്ടറാണ് ഇപ്പോൾ നമ്മൾ വാക്യൂം ക്ലീനറിൽ പറഞ്ഞത്. വാക്യൂം ക്ലീനറിനകത്ത് യൂസ് ചെയ്യുന്നത് യൂണിവേഴ്സൽ മോട്ടറാണ്. റിപ്പൾഷൻ മോട്ടർ യൂസ് ചെയ്യുന്നത് കംപ്രസർ, അതേപോലെ തന്നെ റെഫ്രിജറേറ്റർ, പമ്പ്, ഇതിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് റിപ്പൾഷൻ മോട്ടർ. ഹിസ്റ്ററിസിസ് മോട്ടർ യൂസ് ചെയ്യുന്നത് നോർമലി റെക്കോർഡിംഗ് സിസ്റ്റംസിലൊക്കെയാണ് ഹിസ്റ്ററിസിസ് മോട്ടർ യൂസ് ചെയ്യുക. ദ ഡാമ്പർ വൈൻഡിങ് ഇൻ എ സിൻക്രണസ് മോട്ടർ ഈസ് ജനറലി യൂസ്ഡ്. ഈ ഡാമ്പർ വൈൻഡിങ് എന്ന് പറയുന്നത് സിൻക്രണസ് മോട്ടറിനകത്ത് ഡാമ്പർ വൈൻഡിങ് യൂസ് ചെയ്യുന്നത് സിൻക്രണസ് മോട്ടറിന്റെ ഹണ്ടിങ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതേപോലെ തന്നെ സെൽഫ് സ്റ്റാർട്ടിംഗ് അല്ലാത്ത സിൻക്രണസ് മോട്ടറിനെ സെൽഫ് സ്റ്റാർട്ടിംഗ് ആക്കാനും വേണ്ടിയിട്ടാണ്. സിൻക്രണസ് മോട്ടർ സെൽഫ് സ്റ്റാർട്ടിംഗ് അല്ല, അപ്പോൾ സിൻക്രണസ് മോട്ടറിനെ സെൽഫ് സ്റ്റാർട്ടിംഗ് ആക്കാനും ഹണ്ടിങ് പ്രിവെന്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നോർമലി ഡാമ്പർ വൈൻഡിങ് അല്ലെങ്കിൽ ഡാമ്പർ വൈൻഡിങ് യൂസ് ചെയ്യുന്നത്. എന്താണ് ഹണ്ടിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ റോട്ടോർ സ്പീഡിലുള്ള ഫ്ലക്ച്വേഷൻസിനെയാണ് സിംപ്ലി ഹണ്ടർ എന്ന് പറയാം.
ഹണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോട്ടോർ സ്പീഡിനകത്ത് ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷനെയാണ് നമ്മൾ ഹണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡാമ്പർ വൈൻഡിങ് പോലെ തന്നെ നമ്മൾ ഡി സി മെഷീൻസിൽ യൂസ് ചെയ്യുന്ന വൈൻഡിങ് ആണ് കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്. പക്ഷേ പർപ്പസ് ഇതല്ല. കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് ഇതേപോലെ അഡീഷണൽ ആയിട്ടൊരു വൈൻഡിങ് ആണ് കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് എന്ന് പറയുന്നത്. അതായത് ഡി സി മെഷീനകത്ത് ഉണ്ടാവുന്ന ആർമേച്ചർ റിയാക്ഷനിലെ ക്രോസ് മാഗ്നറ്റൈസേഷൻ എഫക്റ്റ് ഒഴിവാക്കാൻ അല്ലെങ്കിൽ ക്രോസ് മാഗ്നറ്റൈസേഷൻ എഫക്റ്റിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡി സി മെഷീനകത്ത് കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡാമ്പർ വൈൻഡിങ്ങും കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്ങും തമ്മിൽ മാറിപ്പോരുത്. ഡാമ്പർ വൈൻഡിങ് യൂസ് ചെയ്യുന്നത് സിംഗ്രണസ് മോട്ടറിലാണെങ്കിൽ കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് യൂസ് ചെയ്യുന്നത് ഡി സി മോട്ടറിലാണ്, ഡി സി മെഷീൻസിലാണ്. ഡി സി മെഷീൻസിലെ ക്രോസ് മാഗ്നറ്റൈസേഷൻ എഫക്റ്റ്, ആർമേച്ചർ റിയാക്ഷനിലെ ക്രോസ് മാഗ്നറ്റൈസേഷൻ എഫക്റ്റ് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് യൂസ് ചെയ്യുന്നത്. An auto transformer which has only one winding may be used as സിംഗിൾ വൈൻഡിങ് ഉള്ള ഓട്ടോ ട്രാൻസ്ഫോമർ നമുക്ക് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ, സ്റ്റെപ്പ് അപ്പ് ആൻഡ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. അതായത് സെക്കൻഡറി വൈൻഡിങ്ങിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേരി ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ട്രാൻസ്ഫോമറിനെ സ്റ്റെപ്പ് അപ്പ് ചെയ്യാനും സ്റ്റെപ്പ് ഡൗൺ ചെയ്യാനും പറ്റും ആസ് പെർ ദ സെലക്ഷൻ ഓഫ് നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി. ദ യൂണിറ്റ് ഓഫ് സോളിഡ് ആംഗിൾ ഈസ്, സോളിഡ് ആംഗിളിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സ്റ്റിറേഡിയൻ ആണ്. പ്ലെയിൻ ആംഗിളിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് റേഡിയൻ ആണ്. ലുമൻ എന്ന് പറയുന്നത് ലുമിനസ് ഫ്ലക്സിന്റെ യൂണിറ്റ് ആണ് ലുമൻ എന്ന് പറയുന്നത്. ലുമിനസ് ഇന്റൻസിറ്റിയുടെ യൂണിറ്റ് ആണ് കാൻഡല എന്ന് പറയുന്നത്. റെഡി? സ്റ്റിറേഡിയൻ സോളിഡ് ആംഗിളും റേഡിയൻ പ്ലെയിൻ ആംഗിളിന്റെയും യൂണിറ്റ് ആണ്. ഫുൾ ഫോം ഓഫ് MCCB. MCCB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൗൾഡഡ് കേസ് സർക്യൂട്ട് ബ്രേക്കർ എന്നാണ്. മൗൾഡഡ് കേസ് സർക്യൂട്ട് ബ്രേക്കർ എന്നാണ് MCCBയുടെ ഫുൾ ഫോം. അതേപോലെ തന്നെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന് ELCB എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ, RCCB റെസിഡ്വൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കർ, MCB മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. ELCB എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ, RCCB റെസിഡ്വൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കർ, MCB മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. ഓക്കെ. The സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ ഈസ് യൂസ്ഡ് ഇൻ, സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് 5 കിലോവാട്ടിന് മേലെയുള്ള ആപ്ലിക്കേഷൻസിലാണ് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ 5 കിലോവാട്ടിന് മേലെയുള്ള ഫ്ലോർ മില്ലിൽ 5 കിലോവാട്ടിന് മേലെയാണ്, പമ്പിൽ 5 കിലോവാട്ടിന് മേലെയാണ്, മെഷീൻ ടൂൾസിലാണ്. ഓൾ ഓഫ് ദി എബോ, ഇതിനെല്ലാ കേസിലും നമുക്ക് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ യൂസ് ചെയ്യാൻ പറ്റും. അതായത് 5 കിലോവാട്ടിന് മേലെയാണ് ലോഡെങ്കിൽ നമ്മൾ നോർമലി യൂസ് ചെയ്യുക സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറാണ്. പക്ഷേ 5 കിലോവാട്ടിന് താഴെ യൂസ് ചെയ്താൽ പ്രശ്നമൊന്നുമില്ല, നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ 5 കിലോവാട്ടിന് താഴെയാണ് മോട്ടറിൻ്റെ കപ്പാസിറ്റി എങ്കിൽ നമ്മൾ നോർമലി യൂസ് ചെയ്യുക DOL സ്റ്റാർട്ടർ, ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടറാണ്. മോട്ടോർ യൂസ്ഡ് ഇൻ സീലിംഗ് ഫാൻ. മോട്ടോർ യൂസ്ഡ് ഇൻ സീലിംഗ് ഫാൻ ഈസ് സ്പ്ലിറ്റ് ഫേസ് മോട്ടോർ. സ്പ്ലിറ്റ് ഫേസ് മോട്ടറാണ് സീലിംഗ് ഫാൻസിൽ നോർമലി യൂസ് ചെയ്യുക. റെഡി? The rotor resistance starter used to which of the following motor? റോട്ടോർ റെസിസ്റ്റൻസ് സ്റ്റാർട്ടർ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് റോട്ടോർ റെസിസ്റ്റൻസ് സ്റ്റാർട്ടർ യൂസ് ചെയ്യുക. സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ സ്റ്റാർട്ടിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റാർട്ടേഴ്സാണ് ഒന്ന് DOL സ്റ്റാർട്ടർ, അതേപോലെ തന്നെ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ, അതേപോലെ തന്നെ ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടർ. ഇത് മൂന്നും DOL സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ സ്റ്റാർട്ടിങ്ങിന് യൂസ് ചെയ്യുന്നത് റോട്ടോർ റെസിസ്റ്റൻസ് സ്റ്റാർട്ടറാണ്. The thickness of insulation provided in the conductor in cable depend on the factors. ഇത് ഒരു കേബിളിനകത്ത് ഇൻസുലേഷൻ എത്ര പ്രൊവൈഡ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ആ കേബിൾ ഓപ്പറേറ്റ് ചെയ്യുന്ന വോൾട്ടേജ് ആണ്. അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഒന്നുമല്ല, അതിനകത്ത് എത്ര വോൾട്ടേജ് ആണ് ആ ഒരു കേബിള് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ആ വോൾട്ടേജ് വാല്യൂ ബേസ് ചെയ്തിട്ടാണ് എത്ര ഇൻസുലേഷൻ ആ കേബിളിനകത്ത് പ്രൊവൈഡ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ വോൾട്ടേജിന് പ്രൊപ്പോർഷനിലാണ് ഇൻസുലേഷൻ്റെ വാല്യൂ. സോ ഓപ്ഷൻ സി, ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് എത്രയാണോ അതനുസരിച്ചാണ് അതിൻ്റെ വോൾട്ടേജ് വരുന്നത്, ഇൻസുലേഷൻ വരുന്നത്. ദ സ്ട്രക്ചർ ഓഫ് പിൻ ടൈപ്പ് ഇൻസുലേറ്റർ ഈസ് വേവി. വേവി സ്ട്രക്ചർ ആയിട്ടുള്ള ഇൻസുലേഷൻ ടൈപ്പ് ഇൻസുലേറ്റർ ആണ് പിൻ ടൈപ്പ് ഇൻസുലേറ്റർ. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇൻസുലേറ്ററിൻ്റെ ഫ്ലാഷ് ഓവർ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ വേവി സ്ട്രെങ്ത് കൊടുക്കുന്നത്. ഫ്ലാഷ് ഓവർ വോൾട്ടേജ് എന്ന് പറയുന്നത് ആ ഇൻസുലേറ്ററിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം വോൾട്ടേജ് ആണ്. അതിന് മേലെ പോയി കഴിഞ്ഞാൽ ആ ഇൻസുലേറ്റർ ഫ്ലാഷ് ഓവർ ആയി പോകും അല്ലെങ്കിൽ കത്തിപ്പോവും. അപ്പോൾ ഫ്ലാഷ് ഓവർ വോൾട്ടേജിനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പിൻ ടൈപ്പ് ഇൻസുലേറ്ററിൽ വേവി സ്ട്രക്ചർ കൊടുക്കുന്നത്. കാർബൺ ആർക്ക് ലാമ്പ് ആർ കോമൺലി യൂസ്ഡ് ഇൻ. കാർബൺ ആർക്ക് ലാമ്പുകൾ കാർബൺ ആർക്ക് ലാമ്പ് സാധാരണ യൂസ് ചെയ്യുന്നത് സിനിമ പ്രൊജക്ടേഴ്സിന് വേണ്ടിയിട്ടാണ് കാർബൺ ആർക്ക് ലാമ്പ് നോർമലി യൂസ് ചെയ്യുന്നത്. ഡൊമസ്റ്റിക് ലൈറ്റിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് CFL, LED, ഇൻകാൻഡസൻ ലാമ്പ്, ഫ്ലൂറസൻ ലാമ്പൊക്കെ നമ്മൾ ഡൊമസ്റ്റിക് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. സോഡിയം വേപ്പർ ലാമ്പാണ് നോർമലി സ്ട്രീറ്റ് ലൈറ്റിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന
ലാമ്പ് എന്ന് പറയും. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് വൺ നോട്ട് എ പാർട്ട് ഓഫ് സർക്യൂട്ട് ബ്രേക്കർ? സർക്യൂട്ട് ബ്രേക്കറിൻ്റെ പാർട്ട് അല്ലാത്തത് ഏതാണെന്ന്? എക്സ്പ്ലോഷൻ പോർട്ട് സർക്യൂട്ട് ബ്രേക്കറിൻ്റെ പാർട്ടാണ്. ഓപ്പറേറ്റിംഗ് മെക്കാനിസം സർക്യൂട്ട് ബ്രേക്കറിൻ്റെ പാർട്ടാണ്. ഫിക്സഡ് ആൻഡ് മൂവിംഗ് കോൺടാക്ട് സർക്യൂട്ട് ബ്രേക്കറിൻ്റെ പാർട്ടാണ്. കൺസർവേറ്റർ എന്ന് പറയുന്നത് ട്രാൻസ്ഫോമറിനകത്തുള്ള ഒരു പാർട്ടാണ്. ട്രാൻസ്ഫോമറിനകത്തുള്ള ഒരു ടാങ്കാണ് കൺസർവേറ്റർ ടാങ്ക്. കൺസർവേറ്റർ ടാങ്ക് എന്ന് പറയുന്നത് നമ്മൾ ട്രാൻസ്ഫോമറിനകത്തുള്ള ട്രാൻസ്ഫോമർ ടാങ്കിലെ ഓയിലിന് എക്സ്പാൻഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ വേരിയേഷൻസിൽ ഉണ്ടാകുന്ന എക്സ്പാൻഷനെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടുള്ള ടാങ്കിനെയാണ് കൺസർവേറ്റർ ടാങ്ക് എന്ന് പറയുന്നത്. അത് ഒരു സർക്യൂട്ട് ബ്രേക്കറിൻ്റെ പാർട്ടല്ല, ട്രാൻസ്ഫോമറിൻ്റെ പാർട്ടാണ്. ദ ഹാൻഡിൽ ഓഫ് അയൺ ബോക്സ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ്. ഹാൻഡിൽ ഓഫ് അയൺ ബോക്സ് സാധാരണ ഉണ്ടാക്കിയിരിക്കുന്നത് ബേക്കലൈറ്റിൻ്റെയും എബണൈറ്റിൻ്റെയും മിക്സ്ചർ, അല്ലെങ്കിൽ ബേക്കലൈറ്റ് കൊണ്ടും എബണൈറ്റും കൊണ്ടാണ്. എന്തിനാണ് ബേക്കലൈറ്റും എമലൈറ്റും കൊണ്ടെന്ന് പറയുന്നത്? നമുക്ക് അയൺ ബോക്സ് എന്ന് പറയുന്നത് രണ്ട് രീതിയിലുള്ള പ്രൊട്ടക്ഷൻ അത് യൂസ് ചെയ്യുന്ന ആൾക്ക് കൊടുക്കണം. ഒന്ന് ഹീറ്റിംഗ് പ്രൊട്ടക്ഷൻ കൊടുക്കണം, അതേപോലെ തന്നെ രണ്ടാമത്തത് ഇലക്ട്രിക്കൽ പ്രൊട്ടക്ഷനും കൊടുക്കണം. അപ്പോൾ കറണ്ടിൽ നിന്നും പ്രൊട്ടക്ഷൻ വേണം, ഹീറ്റിങ്ങിൽ നിന്നും പ്രൊട്ടക്ഷൻ വേണം. അതുകൊണ്ട് നമ്മൾ ഹീറ്റിംഗ് കോയിൽ ഹീറ്റ് ആകുമ്പോൾ നമ്മൾ അതിൻ്റെ കേസ് ഹീറ്റ് ആവാൻ പാടില്ല. അതേപോലെ ലീക്കേജും ഉണ്ടാവാൻ പാടില്ല. നല്ല ഇൻസുലേഷൻ സ്ട്രെങ്ത്തും വേണം, നല്ല തെർമൽ കണ്ടക്ടിവിറ്റിയും വേണം, നല്ല തെർമൽ ഇൻസുലേഷനും വേണം, നല്ല ഇലക്ട്രിക്കൽ ഇൻസുലേഷനും വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ബേക്കലൈറ്റും എബണൈറ്റും ആണ് നോർമലി ഹാൻഡിൽ ഓഫ് അയൺ ബോക്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. lumen per watt is the unit of lumen per watt is the unit of luminous efficiency. luminous efficiencyയുടെ യൂണിറ്റ് ആണ് lumen per watt. luminous intensity-യുടെ യൂണിറ്റ് കാൻഡിലയാണ്. luminous flux-ന്റെ യൂണിറ്റ് അല്ലെങ്കിൽ ലൈറ്റ് ഫ്ലക്സിന്റെ യൂണിറ്റ് lumen ആണ്. ബ്രൈറ്റ്നെസ്സിന്റെ യൂണിറ്റും കാൻഡിലയാണ്. റെഡി? ബ്രൈറ്റ്നെസ്സിന്റെ യൂണിറ്റ് കാൻഡില, luminous intensity-യുടെ യൂണിറ്റ് കാൻഡില, ലൈറ്റ് ഫ്ലക്സിന്റെ യൂണിറ്റ് lumen. The generating voltage and frequency in India is, ഇന്ത്യയിൽ ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് 11 kVയും ഇന്ത്യയിൽ ജനറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് 50 ഹെർട്സുമാണ്. 11 kV ആൻഡ് 50 ഹെർട്സ് ആണ് ഇന്ത്യയിലെ ഓപ്പറേറ്റിംഗ് വോൾട്ടേജും ഫ്രീക്വൻസി. ഓപ്പറേറ്റിംഗ് അല്ല, ജനറേറ്റിംഗ് വോൾട്ടേജും ഫ്രീക്വൻസി. The lamp generally used for lighting purposes. നോർമൽ ലൈറ്റിംഗ് പർപ്പസിന് യൂസ് ചെയ്യുന്ന ലാമ്പ് എന്ന് പറയുന്നത് ടങ്സ്റ്റൺ ഫിലമെന്റ് ലാമ്പാണ്. സിനിമ പ്രൊജക്ടറിലാണ് നമ്മൾ കാർബൺ ആർക്ക് ലാമ്പ് ഒക്കെ യൂസ് ചെയ്യുന്നത്. കാർബൺ ഫിലമെന്റ് ലാമ്പ് നമ്മൾ നോർമലി യൂസ് ചെയ്യാറില്ല, അതിന് ഒരുപാട് ഡിസഡ്വാൻറ്റേജ് ഉള്ളതുകൊണ്ട്. ദെൻ ഇൻ റണ്ണിങ് കണ്ടീഷൻ വോൾട്ടേജ് അക്രോസ് ട്യൂബ് സ്റ്റാർട്ടർ ഈസ്. രണ്ട് റണ്ണിങ് കണ്ടീഷനിൽ ട്യൂബിന്റെ സ്റ്റാർട്ടറിനുള്ള വോൾട്ടേജ് എത്രയാണെന്നുള്ളത്. ട്യൂബിന്റെ സ്റ്റാർട്ടറിന്റെ പർപ്പസ് സ്റ്റാർട്ടിങ്ങിൽ ഹൈ വോൾട്ടേജ് കൊടുക്കുക എന്നുള്ളതാണ് സ്റ്റാർട്ടറിന്റെ പർപ്പസ്. അത് കഴിഞ്ഞാൽ പിന്നെ സ്റ്റാർട്ടറിനകത്തുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. കപ്പാസിറ്റർ ഈസ് യൂസ്ഡ് ഇൻ എ ട്യൂബ് സർക്യൂട്ടീസ്. കപ്പാസിറ്റർ ഈസ് യൂസ്ഡ് ഇൻ എ ട്യൂബ് സർക്യൂട്ടീസ്. കപ്പാസിറ്റർ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് പവർ ഫാക്ടർ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടാണ്. പവർ ഫാക്ടർ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടാണ് കപ്പാസിറ്റർ യൂസ് ചെയ്യുക. സോ കപ്പാസിറ്റർ യൂസ്ഡ് ഇൻ ട്യൂബ് സർക്യൂട്ടീസ് ടു ഇംപ്രൂവ് ദ പവർ ഫാക്ടർ. The synchronous speed of an induction motor refers to the speed of the synchronous motor എന്ന് പറയുന്നത് മെയിൻ മാഗ്നറ്റിക് ഫീൽഡ് റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡിനെ പറയുന്ന പേരാണ് സിങ്ക്രണസ് സ്പീഡ്, അല്ലെങ്കിൽ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്പീഡിനെ പറയുന്ന പേരാണ് സിങ്ക്രണസ് സ്പീഡ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് എല്ലാം സിംഗിൾ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. അതിനകത്ത് വേറെ നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും കാര്യമായിട്ടില്ല. എങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഫുള്ള് നോക്കാം. പറയാൻ പറ്റുള്ള കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. 3-phase induction motor started by DOL starter. The short circuit current is protected by backup fuse. Back off അല്ല, backup fuse ആണ്. Backup fuse-ൽ നിന്നാണ് DOL starterന്റെ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് എന്ത് ചെയ്യുന്നത്, പ്രൊട്ടക്ട് ചെയ്യുന്നത്. റെഡി? അപ്പോൾ റൈറ്റ്, സ്റ്റാർട്ടർ ഫ്യൂസ്, ബാക്കപ്പ് ഫ്യൂസ് ആണ് നമ്മൾ ഷോർട്ട് സർക്യൂട്ടിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. Next, cables are drawn through the pipe and terminated. The system of wiring is called. പൈപ്പിനുള്ളിലൂടെ കേബിൾ വയർ ചെയ്യുന്നതിന് പറയുന്ന പേരാണ് കോൺഡ്യൂട്ട് വയറിംഗ്. നമ്മളൊരു പൈപ്പിനുള്ളിലൂടെ ഒരു PVC പൈപ്പിനകത്തുകൂടെ വയർ വലിച്ച് വയറിംഗ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കോൺഡ്യൂട്ട് വയറിംഗ് എന്ന് പറയുക. PVC കേസിംഗ് ആൻഡ് കേപ്പിംഗ് വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെക്ടാങ്കുലർ കേസ് ഉണ്ടാവും. ഇതിനകത്ത് കൂടെ വയറിംഗ് ചെയ്തതിന് ശേഷം ഈ ഒരു കേസിംഗ് ഇട്ട് ഇതിനെ ക്ലോസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ PVC കേസിംഗ് ആൻഡ് ക്യാപ്പിംഗ് വയർ എന്ന് പറയുന്നത്. തേക്ക് വുഡ് ബാറ്റൺ വയറിംഗ് എന്ന് പറയുന്നത് തേക്ക് വുഡിന്റെ മേലെ കൂടെ, ഇത് പഴയ സിസ്റ്റം ഓഫ് വയറിംഗ് ആണ് ബാറ്റൺ വയറിംഗ്. തേക്കിന്റെ വുഡ് നമ്മൾ എവിടെയാണോ ലൈൻ വലിക്കേണ്ടത് അതിന്റെ അടിയിൽ തേക്ക് വുഡ് അടിക്കും. അതിന്റെ മേലെ ക്ലീറ്റ് വെച്ചിങ്ങായിട്ട് വയർ നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടാണ് തേക്ക് വുഡ് ബാറ്റൺ വയറിംഗ് ചെയ്യുക.
തേക്കുവുഡ് കേസിംഗ് ക്യാപ്പറ്റ് വയറിംഗ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ PVC കേസിംഗ് ആൻഡ് ക്യാപ്പിംഗ് വയറിൻ്റെ പോലെ തന്നെ PVC കേസിങ്ങിന് പകരം നമ്മൾ തേക്കുവുഡിൻ്റെ കേസിങ് ചെയ്യും. അപ്പോൾ പൈപ്പിനുള്ളിൽ കൂടെ വയറിംഗ് ചെയ്യുന്നത് കോൺഡ്യൂട്ട് വയറിംഗ് ആണ്. ആസ് കമ്പയർഡ് ടു റീവയറബിൾ ഫ്യൂസ്, HRC ഫ്യൂസ് ഹാസ്. HRC ഫ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ റപ്ചറിങ് കപ്പാസിറ്റി ഫ്യൂസ് എന്നാണ്. അപ്പോൾ നോർമലി ഉള്ള റീവയറബിൾ ഫ്യൂസിനേക്കാളും ഹൈ റപ്ചറിങ് കപ്പാസിറ്റിയാണ് ഒരു HRC ഫ്യൂസിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത്. ദ ഫോളോയിങ് ആപ്ലിക്കേഷൻ DC ഈസ് എസെൻഷ്യൽ. ദ ഫോളോയിങ് ആപ്ലിക്കേഷൻ DC ഈസ് എസെൻഷ്യൽ. DC-യുടെ ആപ്ലിക്കേഷൻ എസെൻഷ്യൽ ആയിട്ട് വരുന്നത് എവിടെയാണുള്ളത്? ഒന്ന് ഇലക്ട്രിക് ട്രാക്ഷൻ മോട്ടോർ, ഇലക്ട്രിക് ഹോം അപ്ലയൻസസ്, മെഷീൻ ഷോപ്പ് മോട്ടോർ, ഇലുമിനേഷൻ. നമ്മൾ ഇലക്ട്രിക് ട്രാക്ഷൻ മോട്ടറായിട്ട് DC സീരീസ് മോട്ടറാണ് നോർമലി യൂസ് ചെയ്യുക. അപ്പോൾ DC എസെൻഷ്യൽ ആയിട്ടുള്ള സ്ഥലമാണ് ഇലക്ട്രിക് ട്രാക്ഷൻ മോട്ടറായി DC സീരീസ് മോട്ടർ. ഇപ്പോൾ നിലവിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലോക്കോമോട്ടീവ്സിൽ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടർ യൂസ് ചെയ്യാറുണ്ട്. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ചേഞ്ച് ഇൻ എ ട്രാൻസ്ഫോമർ? ട്രാൻസ്ഫോമറിനകത്ത് ചേഞ്ച് ചെയ്യരുത്. ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് പവറിനെ ട്രാൻസ്ഫോം ചെയ്യാനുള്ള ഒരു എക്യുപ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു മെഷീനാണ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. പവറിനെ ട്രാൻസ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ട്രാൻസ്ഫോമറിൻ്റെ പ്രധാനപ്പെട്ട പർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് അത് ചില കാര്യങ്ങളെ കോൺസ്റ്റൻ്റ് ആക്കി വെക്കും. ഒന്ന്, ട്രാൻസ്ഫോമറിൻ്റെ ഫ്ലക്സ് കോൺസ്റ്റൻ്റ് ആണ്, പവർ കോൺസ്റ്റൻ്റ് ആണ്, ഫ്രീക്വൻസി കോൺസ്റ്റൻ്റ് ആണ്. ഈ 3 കാര്യങ്ങൾ ഒരു ട്രാൻസ്ഫോമറിനെ സംബന്ധിച്ചിടത്തോളം പ്രൈമറിയിലും സെക്കൻഡറിയിലും സെയിം ആണ്. അപ്പോൾ ഇതിനകത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ചേഞ്ച് എന്നാണ് ചോദിച്ചത്. കറണ്ട് ചേഞ്ച് ചെയ്യും, വോൾട്ടേജ് ചേഞ്ച് ചെയ്യും, ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യില്ല. ഓപ്ഷൻ സി. വിച്ച് വൈൻഡിങ് ഇൻ എ ട്രാൻസ്ഫോമർ ഹാസ് മോർ നമ്പർ ഓഫ് ടേൺസ്? മോർ നമ്പർ ഓഫ് ടേൺസ് ഉള്ള ട്രാൻസ്ഫോമറിന് ഹൈ വോൾട്ടേജ് വൈൻഡിങ് ആയിരിക്കും. അതായത് N1/N2 is equal to V1/V2. വോൾട്ടേജ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് ടേൺസ്. അപ്പോൾ നമ്പർ ഓഫ് ടേൺസ് കൂടുന്ന സമയത്ത് ട്രാൻസ്ഫോമറിൻ്റെ ആ സൈഡിലുള്ള വോൾട്ടേജ് കൂടും. അപ്പോൾ ഹൈ വോൾട്ടേജ് വൈൻഡിങ്ങിനായിരിക്കും ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് ടേൺസ് ഉണ്ടാവുക. ഹൈ വോൾട്ടേജ് വൈൻഡിങ് എന്നാണ്, പ്രൈമറി എന്നോ സെക്കൻഡറി എന്നോ പറയാൻ പറ്റില്ല. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ട്രാൻസ്ഫോമർ step down or step up. In a DC machine, the number of brushes in lap winding is, in a DC machine's number of brushes in a lap winding is equal to number of poles. ആ മെഷീനകത്ത് എത്ര പോൾ ഉണ്ടോ അത്രയും നമ്പർ ഓഫ് പോൾസിന് ഈക്വൽ ആയിരിക്കും അതിനകത്തുള്ള ബ്രഷുകളുടെ എണ്ണം. സെയിം നമ്പർ ഓഫ് പോൾസ്. ഓപ്ഷൻ എ. ഇനി അത് വേവ് വൈൻഡിങ് ആയിരുന്നു എങ്കിൽ അതിനകത്ത് നമ്പർ ഓഫ് പോൾസ് എന്ന് പറയുന്നത് 2 ആണ്. അതിനകത്ത് 2 പാരലൽ പാത്തേ ഉള്ളൂ. ആ 2 പാരലൽ പാത്ത് ഉള്ളത് കൊണ്ടാണ് നമ്പർ ഓഫ് പോൾസ് is equal to 2 ആയത്. ലാപ്പ് വൈൻഡിങ്ങിന്റെ കേസിൽ നമ്പർ ഓഫ് പാരലൽ പാത്സ് is equal to നമ്പർ ഓഫ് പോൾസ്. കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്സ് ആർ യൂസ്ഡ് ഇൻ എ DC ജനറേറ്റർ ഈസ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഡാമ്പർ വൈൻഡിങ് പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്ങിന്റെ പർപ്പസ്. കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് പർപ്പസ് എന്ന് പറയുന്നത് ആർമേച്ചർ റിയാക്ഷന്റെ ക്രോസ് മാഗ്നറ്റൈസേഷൻ എഫക്റ്റിനെ ന്യൂട്രലൈസ് ചെയ്യുക എന്നുള്ളതാണ് കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് ചെയ്യുന്നത്. നമ്മൾ ഡാമ്പർ വൈൻഡിങ് ചെയ്യുന്നത് ഹണ്ടിങ് പ്രിവെന്റ് ചെയ്യാനും അതേപോലെ തന്നെ മോട്ടറിനെ സെൽഫ് സ്റ്റാർട്ട് ചെയ്യാനും വേണ്ടിയിട്ടായിരുന്നു. കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്ങിന്റെ കേസ് നമ്മൾ അവിടെ പറഞ്ഞതാണ് ക്രോസ് മാഗ്നറ്റൈസേഷൻ എഫക്റ്റിനെ ന്യൂട്രലൈസ് ചെയ്യാം. റെഡ് കളർ വയർ ഈസ് ജനറലി നോൺ ആസ്, റെഡ് കളർ വയർ ജനറലി നോൺ ആസ് ഫേസ് വയർ. ഫേസ് വയർ ആണ് നോർമലി റെഡ് കളർ വയർ. എർത്ത് വയർ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഗ്രീൻ അല്ലെങ്കിൽ യെല്ലോ ഗ്രീൻ. ഗ്രീൻ അല്ലെങ്കിൽ യെല്ലോ ഗ്രീൻ വയറാണ് നമ്മൾ എർത്ത് വയർ ആയിട്ട് യൂസ് ചെയ്യുക. ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ വയറാണ് നമ്മൾ നോർമലി ന്യൂട്രൽ വയറായിട്ട് യൂസ് ചെയ്യാം. സ്റ്റെപ്പർ മോട്ടോർ ഈസ്, സ്റ്റെപ്പർ മോട്ടോർ എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഫേസ് മോട്ടർ അല്ല, 2 ഫേസ് മോട്ടർ അല്ല, 3 ഫേസ് മോട്ടർ അല്ല, അതൊരു DC മോട്ടറാണ്. സ്റ്റെപ്പർ മോട്ടർ എന്ന് പറയുന്നത് ഒരു DC മോട്ടറാണ്. ദ പോസിറ്റീവ് പോൾ ഓഫ് ഡ്രൈ സെൽ ഈസ് മേഡപ്പ് ഓഫ്. ഡ്രൈ സെല്ലിന്റെ പോസിറ്റീവ് പോൾസ് മേഡ് ചെയ്തിരിക്കുന്നത് കാർബൺ കൊണ്ടും നെഗറ്റീവ് പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് സിങ്കും ആണ്. ഡ്രൈ സെല്ലിന്റെ പോസിറ്റീവ് കാർബണും നെഗറ്റീവ് സിങ്കും ആണ്. ക്ലിയർ? ദെൻ ദ എനർജി ഓഫ് സെക്കൻഡറി സെൽ ആർ റിന്യൂഡ് ബൈ. എനർജി ഓഫ് സെക്കൻഡറി സെൽ ആർ റിന്യൂഡ് ബൈ. എങ്ങനെയാണ് ഒരു സെക്കൻഡറി സെല്ലിന്റെ എനർജി റിന്യൂ ചെയ്യുന്നത്? അത് എന്ത് ചെയ്യണം? നമ്മളതിനെ ചാർജിങ് ചെയ്യണം. ചാർജിങ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തേക്ക് നമുക്ക് DC കറണ്ടിനെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. DC കറണ്ടിനെ നമ്മൾ പാസ് ചെയ്യുക അല്ലെങ്കിൽ DC സപ്ലൈ ഇൻപുട്ട് കൊടുത്തിട്ടാണ് അതിന് നമ്മൾ എന്ത് ചെയ്യുന്നത്? ചാർജിങ് ചെയ്യുന്നത്. അപ്പോൾ എനർജി ഓഫ് എ സെക്കൻഡറി സെൽ ആർ റിന്യൂഡ് ബൈ ചാർജിങ്. അപ്പോൾ ഇതിനകത്ത് ഓപ്ഷനിൽ ചാർജിങ്ങിന് പകരം തന്നിരിക്കുന്നത് പാസിംഗ് കറണ്ട് ത്രൂ ഇറ്റ് എന്നാണ്. കറണ്ട് പാസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ചാർജിങ് ചെയ്യുന്നത്. വെൻ സെൽസ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ ദ റിസൾട്ട് ഈസ്. സെൽസ് പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ അതിന്റെ കറണ്ട് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യും. പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ.
ഇനി അത് സെൽസ് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ടോട്ടൽ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യും. അതായത് 1.2 വോൾട്ട് ഉള്ള 10 സെല്ലുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം 12 വോൾട്ട് കിട്ടും. ഇതിൻ്റെ ആംബിയർ എഫിഷ്യൻസി 10 AH ആയിരുന്നുവെങ്കിൽ 10 AH ഉള്ള 10 സെൽസ് പാരലൽ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് 10 × 10 100 AH കിട്ടും. റെഡി? അപ്പോൾ പാരലൽ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കപ്പാസിറ്റിയാണ് ഇൻക്രീസ് ചെയ്യുക, സീരീസ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ടോട്ടൽ വോൾട്ടേജ് ആണ് ഇൻക്രീസ് ചെയ്യുക. The composition of electrician solder is 60% tin and 40% lead. ഇത് പല ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ പറഞ്ഞതാണ്. ടിൻമാൻ സോൾഡർ എന്ന് പറയുന്നത് 50% ടിന്നും 50% ലെഡും, ഇലക്ട്രീഷ്യൻ സോൾഡർ എന്ന് പറയുന്നത് 60% ടിന്നും 40% ലെഡും, ഫൈൻ സോൾഡർ എന്ന് പറയുന്നത് 63% ടിന്നും 37% ലെഡും, പ്ലംബേഴ്സ് സോൾഡർ എന്ന് പറയുന്നത് 35% ടിന്നും ബാക്കി ലെഡും വരുന്നതാണ് പ്ലംബേഴ്സ് സോൾഡർ. 65. ഫയർ എക്സ്റ്റിംഗ്വിഷർ യൂസ്ഡ് ഇൻ ദ ഇവന്റ് ഓഫ് ഇലക്ട്രിക് ഫയർ. ഇലക്ട്രിക് ഫയറിൽ യൂസ് ചെയ്യുന്ന ഫയർ എക്സ്റ്റിംഗ്വിഷർ എന്ന് പറയുന്നത് ഹാലോൺ ടൈപ്പ് ആണ്. ഫോം ടൈപ്പും അതേപോലെ തന്നെ വാട്ടർ ടൈപ്പും നമ്മൾ എവിടെ യൂസ് ചെയ്യാൻ പാടില്ല? ഇലക്ട്രിക് ഫയറിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. അതായത് ക്ലാസ് ഡി ഫയറിനകത്ത് യൂസ് ചെയ്യാൻ പാടില്ല. ബ്രിട്ടാനിയ സ്ട്രേറ്റ് ജോയിന്റ് ഈസ് യൂസ്ഡ് ഫോർ. ബ്രിട്ടാനിയ സ്ട്രേറ്റ് ജോയിന്റ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് കണ്ടക്ടറിന്റെ ജോയിനിങ്ങിൽ മെക്കാനിക്കൽ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ബ്രിട്ടാനിയ ജോയിന്റ് യൂസ് ചെയ്യുന്നത്. ഇൻക്രീസ് ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ അല്ല, ഇൻക്രീസ് റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ അല്ല, കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനല്ല, പകരം മെക്കാനിക്കൽ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രിട്ടാനിയ സ്ട്രേറ്റ് ജോയിന്റ് ചെയ്യുന്നത്. ECE സ്റ്റാൻഡ്സ് ഫോർ. ECE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോ കെമിക്കൽ ഇക്വാലന്റ് എന്നാണ്. ഇലക്ട്രോ കെമിക്കൽ ഇക്വാലന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ECE എന്ന് പറയുന്നത്, ഇലക്ട്രോ കെമിക്കൽ ഇക്വാലന്റ്. A current of 10 ampere is same as current I is equal to Q by T എന്നാണ്. Q എന്ന് പറയുന്നതിന്റെ യൂണിറ്റ് അല്ലെങ്കിൽ ചാർജിന്റെ യൂണിറ്റ് കുളൂംബ് ആണ്, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. അപ്പോൾ 10 ആംപിയർ എന്നുള്ളത് നമുക്ക് 10 കുളൂംബ് പെർ സെക്കൻഡും എന്നായിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. 10 ആംപിയറിനെ നമുക്ക് 10 കുളൂംബ് പെർ സെക്കൻഡ് ആയിട്ടും എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. Then 89, the power dissipated in a pure capacitor is. കപ്പാസിറ്ററിന്റെ കേസിലായാലും ഇൻഡക്ടറിന്റെ കേസിലായാലും പവർ ഡിസിപ്പേറ്റ് ചെയ്യുന്നത് 0 ആണ്. പവർ ഡിസിപ്പേറ്റ് ചെയ്യുന്ന സർക്യൂട്ട് നോർമലി റെസിസ്റ്റീവ് സർക്യൂട്ട് ആണ്. റെഡി? പ്യുവർ കപ്പാസിറ്റീവ് സർക്യൂട്ടിലും പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ടിനകത്തും പവർ ഡിസിപ്പേറ്റ് ചെയ്യുന്ന വാല്യൂ 0 ആയിരിക്കും. Which of the following has positive temperature coefficient? പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്ന ആളിനെയാണ് പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. നോർമലി പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് കാണിക്കുന്നത് കണ്ടക്ടേഴ്സ് ആണ്. കണ്ടക്ടേഴ്സ് ആണ് പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് കാണിക്കുക. നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യാം. അതായത് ഇൻവേഴ്സ് റിലേഷൻ ആണ് നെഗറ്റീവ് ടെമ്പറേച്ചറിന് കോഎഫിഷ്യന്റ് ഉള്ളത്. നെഗറ്റീവ് ടെമ്പറേച്ചർ കാണിക്കുന്ന ആളുകൾ ഒന്ന് സെമി കണ്ടക്ടർ, ഇൻസുലേറ്റർ, ഇലക്ട്രോലൈറ്റ്, ഇതൊക്കെ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് കാണിക്കുന്ന ആളുകളാണ്. പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് കാണിക്കണം എന്നുണ്ടെങ്കിൽ അതൊരു കണ്ടക്ടർ ആയിരിക്കണം. തന്നിരിക്കുന്ന ഓപ്ഷനിൽ ജർമേനിയം ഒരു സെമി കണ്ടക്ടർ ആണ്, ഇത് നെഗറ്റീവ് ആണ്. അലൂമിനിയം ഒരു കണ്ടക്ടർ ആണ്, പോസിറ്റീവ് ആണ്. ഗ്രാഫൈറ്റ് നെഗറ്റീവ് ആണ്. റബ്ബർ നെഗറ്റീവ് ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, IGBT സ്റ്റാൻഡ്സ് ഫോർ. IGBTയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഇൻസുലേറ്റഡ് ഗേറ്റ് ബൈപോളാർ ട്രാൻസിസ്റ്റർ എന്നാണ്. ഇൻസുലേറ്റഡ് ഗേറ്റ് ബൈപോളാർ ട്രാൻസിസ്റ്റർ എന്നുള്ളതാണ് IGBTയുടെ ഫുൾ ഫോം. ഇതേപോലെ കുറച്ച് സാധനങ്ങളുണ്ട്. ഒന്ന് GTO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗേറ്റ് ടേൺ ഓഫ് തൈറിസ്റ്റർ, FET എന്ന് പറയുന്നത് ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ, SCR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയർ, BJT എന്ന് പറയുന്നത് ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ, മോസ്ഫെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ. മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ. JFET എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജംഗ്ഷൻ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ. ഇത് 3 ടൈപ്പ് ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റേഴ്സ് ആണ്. GTO ഗേറ്റ് ടേൺ ഓഫ് തൈറിസ്റ്റർ, FET ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ, സിലിക്കൺ കൺട്രോൾ റെക്ടിഫയർ SCR, BJT ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ, മോസ്ഫെറ്റ് മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ, JFET ജംഗ്ഷൻ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ. Then in Fleming's right hand rule the forefinger indicates. Fleming's right hand rule forefinger indicate ചെയ്യുന്നത് direction of magnetic flux ആണ്. Thumb indicates motion and middle finger indicate direction of the current. Diode is a multi-directional device അല്ല. Diode is a unidirectional device ആണ്.
അതായത് ഫോർവേഡ് ബയാസിങ്ങിൽ മാത്രം ഒരു ഡയറക്ഷനിൽ മാത്രം കണ്ടക്ട് ചെയ്യുന്ന ഡിവൈസ് ആണ് ഡയോഡ് എന്ന് പറയുന്നത്. ഡയോഡ് ഈസ് എ യൂണി ഡയറക്ഷണൽ ഡിവൈസ്. എർത്ത് വെയർ ഓർ ഗ്രൗണ്ട് വെയർ ഇസ് മെയ്ഡ് അപ്പ് ഓഫ്. എർത്ത് വെയർ അല്ലെങ്കിൽ ഗ്രൗണ്ട് വെയർ നമ്മൾ നോർമലി ഉണ്ടാക്കുന്നത് കോപ്പർ കൊണ്ടാണ്. എർത്ത് പ്ലേറ്റ് അല്ലെങ്കിൽ എർത്ത് റോഡോ നമുക്ക് ഗാൽവനൈസ്ഡ് സ്റ്റീലോ GIO അല്ലെങ്കിൽ കോപ്പറോ യൂസ് ചെയ്യാം. പക്ഷേ എർത്ത് വയർ എന്ന് പറയുന്നത് എപ്പോഴും കോപ്പർ തന്നെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. വിച്ച് ടൂൾ ഈസ് യൂസ് ടു ട്രാൻസ്ഫർ മെഷർമെന്റ് ടു ദ ഇൻസൈഡ് കാലിപ്പർ. ഇൻസൈഡ് കാലിപ്പറിലേക്ക് മെഷർമെന്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ഏതാന്നുള്ളതാണ്. സ്റ്റീൽ റൂൾ ആണ് മെഷർമെന്റ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. ഇനി ഇൻസൈഡ് കാലിപ്പറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റീൽ റൂൾ വരുന്നത്. ഇനി ഡിവൈഡർ എന്ന് പറയുന്നത് ഡിവൈഡർ നിങ്ങൾ എല്ലാവരും അറിയുന്ന സാധനമാണ്. ഇതും ട്രാൻസ്ഫർ ഓഫ് മെഷർമെന്റ് ആണ്. പക്ഷെ ട്രാൻസ്ഫർ ഓഫ് മെഷർമെന്റ് ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ്, അതിനാണ് ഡിവൈഡർ യൂസ് ചെയ്യാം. ഓഡ് ലെഗ് കാലിപ്പർ, ജെന്നി ലെഗ് കാലിപ്പർ ഇതൊക്കെ മാർക്കിംഗ് ടൂൾസ് ആണ്. ട്രാൻസ്ഫറിംഗ് ടൂൾസ് അല്ല. ചിസൽ യൂസ്ഡ് ഫോർ മേക്കിംഗ് റെക്ടാങ്കുലർ ഹോൾസ് ഇൻ വുഡ് ഈസ്. വുഡിനകത്ത് റെക്ടാങ്കുലർ ഹോൾ ഉണ്ടാക്കുന്ന ചിസൽ ഏതാണെന്നുള്ളത്. ഫെർമർ ചിസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ ചിസലിംഗ് പർപ്പസിന് യൂസ് ചെയ്യുന്ന ചിസലാണ് ഫെർമർ ചിസൽ. പെയറിംഗ് ചിസൽ എന്ന് പറയുന്നത് ഫിനിഷിംഗ് ജോബുകൾക്ക് യൂസ് ചെയ്യുന്ന ചിസലാണ് പെയറിംഗ് ചിസൽ. മോർട്ടീസ് ചിസലാണ് ഒരു വുഡിനകത്ത് റെക്ടാങ്കുലർ ഹോൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചിസൽ, മോർട്ടീസ് ചിസലാണ്. ബിവൽ ഫെർമർ ചിസൽ എന്ന് പറയുന്നത് ലൈറ്റ് ചിസലിങ്ങിന് വേണ്ടിയിട്ട്, അതായത് നോർമൽ ചിസലിംഗ് കഴിഞ്ഞതിന് ശേഷം വളരെ ലൈറ്റ് ആയിട്ടുള്ള ചിസലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഷാർപ്പ് കോർണർ ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ബിവൽ ഫെർമർ ചിസൽ. ഇനി ഫിനിഷിംഗ് വർക്കിന് യൂസ് ചെയ്യുന്നതാണ് പാരിംഗ് ചിസൽ. നെക്സ്റ്റ് 97. Name the element used as impurity to produce N-type semiconductor. N-type semiconductor നമ്മൾ impurity ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഡോണർ ഇംപ്യൂരിറ്റി ആണ്. ഡോണർ ഇംപ്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15th ഗ്രൂപ്പ് ഇംപ്യൂരിറ്റി ആണ് ഡോണർ ഗ്രൂപ്പ് ഇംപ്യൂരിറ്റി എന്ന് പറയുന്നത്. 15th ഗ്രൂപ്പ് ഇംപ്യൂരിറ്റിയിൽ വരുന്ന ആളുകളാണ് ഒന്ന് ആർസനിക്, ആന്റിമണി, ബിസ്മത്ത്, ഫോസ്ഫറസ് ഒക്കെ 15th ഗ്രൂപ്പ് എലമെന്റ് ആണ്. ഇതൊക്കെ വെച്ച് ഡോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സെമി കണ്ടക്ടർ എന്ന് പറയുന്നത് N ടൈപ്പ് സെമി കണ്ടക്ടർ ആണ്. ഇനി 13th ഗ്രൂപ്പ് ഇംപ്യൂരിറ്റി ആണ് ആക്സെപ്റ്റർ ഇംപ്യൂരിറ്റി എന്ന് നമ്മൾ പറയാം. ആക്സെപ്റ്റർ ഇംപ്യൂരിറ്റി ആണ് നമ്മൾ ആഡ് ചെയ്യുന്നതെങ്കിൽ അത് നമുക്ക് കിട്ടുന്നത് ഒരു P ടൈപ്പ് സെമി കണ്ടക്ടർ ആയിരിക്കും. അപ്പോൾ ആക്സെപ്റ്റർ ഇംപ്യൂരിറ്റീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അലൂമിനിയം ഒരു ആക്സെപ്റ്റർ ഇംപ്യൂരിറ്റി ആണ്, ഗാലിയം, അതേപോലെ തന്നെ ഇൻഡിയം, താലിയം ഇതൊക്കെയാണ് ആക്സെപ്റ്റർ ഇംപ്യൂരിറ്റീസ്, 13th ഗ്രൂപ്പ് ഇംപ്യൂരിറ്റീസ്. ഇനി നമുക്ക് N ടൈപ്പ് ആണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് 15th ഗ്രൂപ്പ് ഇംപ്യൂരിറ്റി ആണ്, ഡോണർ ഇംപ്യൂരിറ്റി ആണ്, വിച്ച് ഈസ് ആർസനിക്. വിച്ച് ഓഫ് ദ ഫോളോയിങ് നോൺ ആസ് മെറ്റൽ റെക്ടിഫയർ. ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് മെറ്റൽ റെക്ടിഫയർ എന്ന്? ഗ്യാസ് ട്യൂബ് ഡയോഡ്, സിലിക്കൺ ഡയോഡ്, കോപ്പർ ഓക്സൈഡ് റെക്ടിഫയർ. കോപ്പർ ഓക്സൈഡ് റെക്ടിഫയർ ആണ് ഒരു മെറ്റൽ റെക്ടിഫയർ. ടൈപ്പ് ഓഫ് ഫിൽട്ടർ ക്യാൻ ബി യൂസ്ഡ് അലോങ് വിത്ത് എ ഫുൾ വേ റെക്ടിഫയർ ഓൺലി ഈസ്. ടൈപ്പ് ഓഫ് ഫിൽട്ടർ ക്യാൻ ബി യൂസ്ഡ് അലോങ് വിത്ത് എ ഫുൾ വേ റെക്ടിഫയർ ഓൺലി ഈസ്. സീരീസ് ഇൻഡക്ടർ ഫിൽട്ടർ നമുക്ക് റെക്ടിഫയറിന്റെ കൂടെ ഉപയോഗിക്കാം. പൈ ഫിൽട്ടർ നമുക്ക് റെക്ടിഫയറിന്റെ കൂടെ ഉപയോഗിക്കാം. റെസിസ്റ്റൻസ് കപ്പാസിറ്റൻസ് ഫിൽട്ടർ റെക്ടിഫയറിന്റെ കൂടെ ഉപയോഗിക്കാം. ചോക്ക് ഇൻപുട്ട് LC ഫിൽട്ടർ ഉപയോഗിക്കാം. എല്ലാം യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് PSC ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. റെഡി. സീരീസ് ഇൻഡക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീരീസ് ആയ ഒരു ഇൻഡക്ടർ, പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ കപ്പാസിറ്റർ ആണ്, 2 കപ്പാസിറ്റർ ഇങ്ങനെ ഇൻഡക്ടർ. ദെൻ റെസിസ്റ്റൻസ് കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസും കപ്പാസിറ്റൻസും കൂടെ ഉള്ളത്. ചോക്ക് LC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പാസിറ്ററും ഇൻഡക്ടറും കൂടെ ഉള്ളത്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ പീക്ക് പോസിറ്റീവ് ആൻഡ് പീക്ക് നെഗറ്റീവ് വാല്യൂ ഇൻ AC is called. പീക്ക് പോസിറ്റീവ് വാല്യൂയും പീക്ക് നെഗറ്റീവ് വാല്യൂയും തമ്മിലുള്ള ഡിഫറൻസ്, ഇതാണ് AC-യുടെ വേവ് ഫോം എങ്കിൽ പീക്ക് പോസിറ്റീവ് വാല്യൂ ഇതും പീക്ക് നെഗറ്റീവ് വാല്യൂ ആണ്. ഇത് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ പീക്ക് ടു പീക്ക് വോൾട്ടേജ് എന്ന് പറയുന്നത്. പീക്ക് ടു പീക്ക് വാല്യൂ ഓപ്ഷൻ B ആണ് കറക്റ്റ് ആൻസർ. എഫക്റ്റീവ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RMS വാല്യൂവിനെയാണ് നമ്മൾ എഫക്റ്റീവ് വാല്യൂ എന്ന് പറയാം. മാക്സിമം വാല്യൂ അല്ലെങ്കിൽ പീക്ക് വാല്യൂവിനെയാണ് നമ്മൾ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത്. ആവറേജ് ഓഫ് എ സൈക്കിളിനെയാണ് നമ്മൾ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. ഈ ക്വസ്റ്റ്യൻ പേപ്പർ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറാണ്, പഴയ പാറ്റേൺ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻസും ആണ്, പുതിയ പാറ്റേൺ ഉള്ള ക്വസ്റ്റ്യൻ അല്ല. എല്ലാം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.